ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായാണ്. ഇതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് ഒരു കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒരു 2 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീറ്റിൻ്റെ റവ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാധാരണ റവ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ വീറ്റിൻ്റെ റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ റവ 2 മിനിറ്റ് സമയം വറുത്തെടുത്ത ശേഷം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നീട് അതേ പാനിലേക്ക് ഒരു കപ്പ് അളവിൽ റാഗി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതും 2 മിനിറ്റ് സമയം വറുത്തെടുക്കാം. അപ്പോൾ 240 ml മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് വീതമാണ് റവയും അതുപോലെ തന്നെ ഒരു കപ്പ് റാഗി പൗഡറുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ റാഗി പൗഡറിൻ്റെ ആ പച്ചമണമെല്ലാം മാറുന്ന സമയം വരെ ഒന്ന് വറുത്ത ശേഷം ഞാനിത് അതേ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ വറുത്ത റവ ചേർത്ത് അതിന് മുകളിലായിട്ടാണ് ഞാനിവിടെ റാഗി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ചൂടൊന്ന് ആറി വരുന്ന സമയം കൊണ്ട് ഒരു പാനിലേക്ക് 4.5 കപ്പ് അളവിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയം വരെ വെയിറ്റ് ചെയ്യാം. പിന്നീട് ഒരു പാൻ എടുത്ത് അതിനകത്തേക്ക് 2.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുക് പൊട്ടി വരുന്ന സമയം കൊണ്ട് ആ ഉഴുന്ന് പരിപ്പും നിറമെല്ലാം മാറി നല്ല റോസ്റ്റായി വന്നിട്ടുണ്ടാകും. പിന്നീട് ഇതിനകത്തേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. അപ്പോൾ കാഷ്യൂ നട്ട്സ് ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിനകത്തേക്ക് 20 അല്ലി ചെറിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഇല്ല എങ്കിൽ നിങ്ങൾക്കൊരു സവാള നൈസാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ആ ചെറിയുള്ളി ഒന്ന് സോഫ്റ്റായി വരുന്ന സമയം വരെ നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാം. അപ്പോൾ ആ ചെറിയുള്ളിയുടെ ഒരു കണ്ണാടി പോലെ ആവുന്ന സമയം വരെ ഞാനിതിവിടെ ഇളക്കിയെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കൈപ്പിടി നിറയെ ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്തതാണ്. അതിനുശേഷം 4 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും പിന്നീട് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് 2 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു. ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് ഒരു കൈപ്പിടി നിറയെ ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ കുക്ക് ചെയ്തിരിക്കുന്ന ഗ്രീൻ പീസാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇതെല്ലാം ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഗ്രീൻ പീസ് ചേർത്ത ശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ആ വെജിറ്റബിൾസിനും എല്ലാം ആവശ്യത്തിന് കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഉപ്പ് കൂടെ ചേർത്ത ശേഷം ഒന്നുകൂടെ വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 4 മിനിറ്റ് സമയം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് ഏകദേശം ആ ക്യാരറ്റും എല്ലാം നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ടാകും. പിന്നീട് നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന റവയും അതുപോലെ തന്നെ റാഗിയുടെ പൗഡറും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് ഇതിൻ്റെ ചൂടെല്ലാം നന്നായി ആറി വന്നിട്ടുണ്ട്. ഇത് ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ആ വെജിറ്റബിൾസും എല്ലാം ഇതിനകത്തേക്ക് നന്നായിട്ടൊന്ന് ചേർന്ന് കിട്ടുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്തെല്ലാം തീ ഞാൻ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായി കിട്ടിയതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അല്പാൽപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി തന്നെയാണിത്. ഡയബറ്റിക് ഉള്ളവർക്കെല്ലാം കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി കിട്ടുന്നതിന് വേണ്ടി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ ഒരു ലിഡ് ഉപയോഗിച്ച് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 4-5 മിനിറ്റ് സമയം ആകുമ്പോഴേക്കും ആവശ്യത്തിന് ഇതെല്ലാം കുക്കായി കിട്ടിയിട്ടുണ്ടാകും. ഈ സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഈ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതിന് നല്ലൊരു ഫ്ലേവറാണ് കിട്ടുക. അപ്പോൾ ഈ നെയ്യ് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് 1 അല്ലെങ്കിൽ 2 ടീസ്പൂൺ വരെയെല്ലാം നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റാഗിയും അതുപോലെ റവയും ചേർത്ത ഉപ്മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നത് എങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാർത്ഥ സമയം ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റാഗി അതുപോലെ തന്നെ വീറ്റ് ചേർന്ന ഉപ്മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിവിടെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ അതിനെ ഞാനിവിടെ ഒരു കപ്പിനകത്തേക്ക് കുറച്ച് റാഗി ഉപ്മാവ് ചേർത്ത ശേഷം പ്ലേറ്റിനകത്തേക്ക് ചേർത്ത് സെർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.